നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സുകൾ കേട്ടോ. ഇതൊരു ആപ്പിള്. ഇതൊക്കെ നമ്മളിതുണ്ട് ഈ തോടും എന്ത് ഭംഗിയാ നോക്ക്. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ എടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത് ഈ നോമ്പും പിടിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലയൊന്നും കയറി പോകാൻ പറ്റില്ല. അതൊരു വലിയ ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു സ്ഥലത്താട്ടോ. അടിപൊളി ഒരു സ്ഥലം നോക്ക്. നല്ല പാറയും വെള്ളവും. നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്നിവിടെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് പോകും. അങ്ങനെ ചെറിയ വീഡിയോ ആണേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്ഥലമാണ്, നല്ല സൈറ്റ്. ഇത് നോക്ക്, വെള്ളവും വെള്ളച്ചാട്ടമൊക്കെ നോക്ക്. ഉണ്ടോ എന്തൊരു ഭംഗിയാ നോക്ക്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി അടിപൊളി ഏരിയ. ഞാൻ വന്നത് ഇതാ ഇതിലേ കേട്ടോ. ഇത് അവിടെ മേളിൽ കൂടെ റോഡാണ്. ഇതേ കണ്ടാ, നല്ല സൂപ്പർ ഏരിയ. നല്ല ശുദ്ധമായ വെള്ളം, അടിപൊളി വെള്ളം, തെളിഞ്ഞ വെള്ളം. നോക്ക് എന്താല്ലേ വ്യൂ, അടിപൊളി വ്യൂ. നല്ല അടിപൊളി ഏരിയ ആണ്. നമ്മളിന്ന് ഇവിടെ ഈ പാറയുടെ മേളിലാണ് നൈറ്റ് സ്റ്റേ. ഇതാ ഇവിടെ ആരൊക്കെയോ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരേ. ഇതാണ് നമ്മുടെ വ്യൂ കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് എങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ്. അതായത് ഇവിടെ രണ്ടുപേർ കുളിക്കുന്നൊക്കെ ഉണ്ട്. വെള്ളം കുഴപ്പമില്ല. എന്താ നോക്ക്, എന്താ രസം നോക്ക്. അടിപൊളി പാറയുടെ മേളിലൊക്കെയാണ് ഇന്ന് നമ്മൾ ടെൻ്റ് അടിച്ച് ഇവിടെ തങ്ങാൻ പോണതേ. രണ്ടുപേര് അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും നമ്മുടെ ബാഗൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ആവട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഹലോ, നമ്മളപ്പോൾ ഇവിടെയാണ് ടെൻ്റ് അടിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല സ്പേസാണ്, കുഴപ്പമൊന്നുമില്ല. പാറയുടെ മേളിലാന്നേ ഉള്ളൂ, പക്ഷെ നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. കുറേ അങ്ങോട്ടൊക്കെ പോകാനുണ്ട്, നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പക്ഷേ നോമ്പ് തുറക്കാൻ സമയമായി. ഞാനെന്തായാലും ടെൻ്റ് അടിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോമ്പ് തുറക്കാനുള്ള പരിപാടി നോക്കട്ടെ, അല്ലെങ്കിൽ സമയം ലേറ്റ് ആവും. ഏകദേശം 6:30 ആയി വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടെയാണ് ഇപ്പോൾ 2 പേർ കുളിക്കാനുണ്ടായിരുന്നു, അവർ പോയി. അതാ മേളിൽ 2 പേരുണ്ട് കേട്ടോ. ഇത് ഓരോരോ തട്ട് പോലത്തെ കുഴി ആയതുകൊണ്ടേ ആ കുഴിക്കകത്ത് ഇപ്പോൾ കുളിക്കുന്നത് കാണാൻ പറ്റില്ല കേട്ടോ. മേളിൽ 2 പേരുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഒരു കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ ഇത്. നല്ല പാറയും വെള്ളവും. നമുക്കെന്തായാലും ടെൻ്റ് അടിച്ച് ഞാനെന്തായാലും നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ. എന്തായാലും സമയമായി, എന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാം കേട്ടോ. എന്തായാലും ഇവിടെ തന്നെ നോമ്പ് തുറക്കാനുള്ള പരിപാടി ചെയ്യട്ടെ, എന്നിട്ട് ടെൻ്റ് അടിക്കുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ സമയമായി. ഓക്കെ, നോമ്പ് തുറന്നിട്ട് കാണാം. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സുകൾ കേട്ടോ. ഇതൊരു ആപ്പിള്,
ഇത് കുറച്ച് ഗ്രേപ്സ്, ഇത് 2 ഓറഞ്ച്, ഇത് റോബസ്റ്റ പഴം കേട്ടോ. ഇത് നല്ല വെള്ളം കേട്ടോ. ഈ വെള്ളത്തിൽ കഴുകുന്നോണ്ട് ഇത് ഒന്നും ഇതാക്കണ്ട. അതുണ്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ്. ഈ അടിപൊളി വെള്ളമാണ്. ഇതാണ് നമ്മൾ നോമ്പ് തുറക്കാനിരിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റായി. ഇനി ബാങ്ക് വിളിച്ചാൽ നോമ്പ് തുറക്കുക. നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യുക. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ കറി വെക്കുക, ചപ്പാത്തി കഴിക്കുക, അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് പോവുക. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. എന്തായാലും സ്വാമി, ഞാൻ എന്തായാലും നോമ്പ് തുറന്നിട്ട് ബാക്കി ടെന്റ് അടിച്ച് എന്നിട്ട് കാണിക്കാം. എന്തായാലും നമുക്ക് നല്ല ഇരുട്ടായിട്ടോ. എന്തായാലും ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ടെന്റ് ഇവിടെ തന്നെ അടിക്കാം കേട്ടോ. ടെന്റ് വലിയ കുഴപ്പമൊന്നുമില്ല, പാറയാണ് എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. വാ, നമ്മുടെ ടെന്റ് എന്തായാലും നല്ല സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ടോ. നമ്മുടെ ബാഗും സാധനങ്ങളെല്ലാം നമുക്ക് ടെന്റിനകത്ത് വെക്കാട്ടോ. എന്തായാലും നമ്മുടെ ടെന്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല സ്പേസ്, നല്ല ഏരിയ കേട്ടോ. നല്ലൊരു രസം. ദേ വെള്ളവും ഇതേട്ടാ. നല്ലൊരു സ്ഥലത്താട്ടോ നമ്മൾ ഇന്ന് ടെന്റ് അടിച്ചിരിക്കണത്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം, ചപ്പാത്തി കഴിക്കണം, കുറെ പണിയുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. എന്തായാലും നമ്മള് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. അതെ, വെള്ളത്തിന് വെള്ളം, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ നമ്മള് സവാളയും ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഉണ്ട് കേട്ടാ. ഇനി ഇതെല്ലാം ഒന്ന് പൊളിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് കറിക്കുള്ള പരിപാടി തുടങ്ങേ. ചെറിയ സവാള കേട്ടാ. ഇനി ഇത് കട്ട് ചെയ്യണം. അല്ല, പച്ചമുളകൊക്കെ കീറിയിട്ട് അടിപൊളി ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോണതേ. എന്തായാലും നമ്മുടെ ഗ്യാസ് സെറ്റ് ആക്കട്ടെ. അയ്യോ,
ഗ്യാസ് സെറ്റായി, നമ്മുടെ പാത്രം വെച്ചു. കുറച്ച് എണ്ണ. ഓ, ഇനി നമ്മുടെ തക്കാളിപ്പഴം അത് അരിഞ്ഞിടണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. നമുക്ക് നമ്മളെ പതിപോലുള്ള പൊടികൾ ഇടേ. ചിക്കൻ ഇട്ടിട്ടില്ല, ആദ്യം പൊടികളൊന്നും ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ചിക്കൻ ഇടാം. ഉപ്പിടാം, മതിയാവൂല്ലേ? ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകട്ടെ. നമ്മളെ മീനുണ്ടല്ലോ, ചിക്കൻ വേസ്റ്റിന്റെ മീൻ വരുന്നുണ്ട് കേട്ടാ. എന്തായാലും ചിക്കന്റെ പരിപാടി കഴിഞ്ഞു. ചിക്കൻ കൈയോടെ ഇടുക കേട്ടോ. കുറച്ച് വെള്ളോടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെക്കാൻ വേറെ സാധനമൊന്നുമില്ല, ഇതുകൊണ്ട് തന്നെ അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ ഈ അടച്ചു വെച്ച സാധനം വളഞ്ഞു. അയ്യോ, ആയി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ. എന്തായാലും ചിക്കൻ കറി നല്ല സെറ്റപ്പായി വരുന്നുണ്ടേ. അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി. അടിപൊളി സ്മെല്ലായി. ഒന്നുകൂടി അടച്ചു വെച്ച് സെറ്റാക്കാം. എന്തായാലും നമ്മളെ ചിക്കൻ കറി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ സെറ്റാവും. ഇന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് നമ്മുടെ സ്പെഷ്യല്. സ്പെഷ്യലൊന്നും അല്ല, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും സെറ്റ് ആവട്ടെ. വാ, ചിക്കൻ കറി ആയി കേട്ടോ. എന്തായാലും വെന്തോ നോക്കട്ടെ.
അടിപൊളി. വെറുതെ അറിയാലോ കേട്ടോ, അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ വെച്ചാൽ അറിയാലോ എന്തായാലും നല്ല സൂപ്പർ ആവുമല്ലോ. അടിപൊളിയായിട്ട് വേവുകയും ചെയ്തു. കറി അങ്ങ് ഇറക്കി വെച്ചിട്ടേ നമുക്ക് ചപ്പാത്തി ചൂടാക്കാം. നമ്മളെ ഇതില്ല കേട്ടോ, നമുക്ക് പിടിക്കാനൊരു സാധനമില്ല. അപ്പൊ ഇല വെച്ചിട്ടാണ് പിടിക്കണത്. അമ്മേ, ആയി വാ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി ചപ്പാത്തി ഒന്ന് ചൂടാക്കണം. നമ്മുടെ ചപ്പാത്തി ഒന്ന് ചൂടാക്കിയാൽ സംഭവം ഓക്കെ. അടിപൊളി ചിക്കൻ കറി കേട്ടോ, സംഭവം നല്ല ലുക്കായി. ഇനി കഴിച്ചു നോക്കിട്ട് പറയാം. പക്ഷെ എന്തൊരു കഷ്ടമാണ്, ഇന്നും കൊണ്ടുവന്നില്ല, ഗ്ലാസ് കൊണ്ടുവന്നില്ല. എന്നും എന്തെങ്കിലും ഒന്ന് മറക്കും, ഇന്ന് ഗ്ലാസ് കൊണ്ടുവന്നില്ല. ഇപ്പൊ കട്ടൻ ചായ ഇട്ട് അങ്ങനെ കുടിക്കും. കുഴപ്പമില്ല, ഇന്ന് വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചപ്പാത്തി നല്ല സെറ്റായി, അപ്പൊ അത് മതി. ഗ്യാസ് എടുത്ത് നോക്കാം അല്ലേ. എന്തായാലും നമ്മുടെ ചിക്കൻ കറി റെഡിയായി, ചപ്പാത്തി റെഡിയായി, അടിപൊളി. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ചപ്പാത്തി നല്ല ചൂടായിട്ടോ, അടിപൊളിയായി. കുറച്ച് എരു കൂടി പോണു. ഞാൻ എന്താ സംഭവം എന്നറിയാം, ഞാൻ പച്ചമുളകും മുളക് പൊടിയും കൂടി ഇട്ടില്ലേ, കുറച്ച് എരു കൂടുതലായി. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇതിനകത്തേ ഇടാം, ഇനി അടിപൊളിയായിട്ട് കഴിക്കാം. എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ചപ്പാത്തിയും ചിക്കനൊക്കെ നല്ല പൂ പോലെ വെന്ത്, ചിക്കനല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൽ നിന്നാണ്. എന്താണ് എവിടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി വിളിക്കുക. ഹലോ, ഞാനിതേ മേപ്പാടി നോമ്പോർന്ന്. ഞാൻ കഴിച്ചോണ്ടിരിക്കപ്പാ. ഇന്നത്തെ കാര്യം തീരുമാനമായി. എന്തായാലും ഇന്നത്തെ കാര്യം ഏകദേശം തീരുമാനമായിട്ടോ. വീട്ടിൽ നിന്ന് വിളിച്ച് ഭയങ്കര ചീത്ത. നോമ്പും പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പോയി. അവരോട് നിൽക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ഇനി എന്താ ചെയ്യാ? എന്തായാലും ഇത് കഴിക്കട്ടെ, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ.
എന്തായാലും ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവര് പ്രശ്നം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വിളിച്ച് വഴക്ക് പറയണ്. എന്താ വെച്ചാൽ നോമ്പം പിടിച്ച് വന്ന് കാട്ടു പോയിരിക്കുകയാണോന്നും ചോദിച്ചോണ്ട്. അപ്പൊ എന്താ ചെയ്യാ? കൊണ്ടുവിട്ട് വന്നവനാണെങ്കിൽ പോവില്ല. നോക്കട്ടെ, ഇനി വീട്ടിൽ നിന്ന് ഒന്നുകൂടി വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പോകേണ്ടി വരും. നമ്മൾ എന്ന് വീഡിയോ എടുക്കാൻ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം സാധാരണ ഉണ്ടാവില്ലല്ലോ. അല്ല, ഈ നോമ്പും പിടിച്ച് ഇങ്ങനെ കാട്ടി വന്ന് കിടക്കണ്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് വഴക്കുറയാണ്. വേറെ ഒന്നും അല്ല കേട്ടോ. എന്തായാലും സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ. നമ്മൾ എന്ന് വീഡിയോ എടുത്താലും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളതാ. അതുപോലെ ഇന്നും ഇപ്പൊ ഒരു പ്രശ്നം. ഈ എന്തോ ചെയ്യാനാന്ന്. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കട്ടെ. എന്തായാലും ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പർ ചിക്കൻ കറി ആയിരുന്നു, ചപ്പാത്തി. എന്തായാലും അത് കഴിച്ചു ഫുള്ളായിട്ടാ. എന്തായാലും ഞാനിതൊന്ന് ഒതുക്കിയിട്ട് വീട്ടിലൊന്ന് വിളിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ കിടക്കണോ പോണോ എന്നുള്ളൊരു തീരുമാനമാവും. അപ്പോ നമ്മളെല്ലാം ഒതുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചു. പക്ഷെ നടക്കില്ല. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഭയങ്കര വഴക്ക്. പിന്നെ നോമ്പും പിടിച്ചിട്ട് ഇങ്ങനെ പോണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത പറയുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു ഇനി പോവാന്ന്. അപ്പൊ അവനെ വിളിച്ചിട്ടുണ്ട്. അവനിപ്പോ സ്കൂട്ടി കൊണ്ട് വരും. അപ്പോ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് എന്തായാലും ഇത്രയേ ഉള്ളൂ. എന്താ വെച്ചാല് ഇങ്ങനെ ഒരു പ്രശ്നം ആയതുകൊണ്ടാണ്, നോമ്പ് ടൈം ആയതുകൊണ്ടാണ്. പിന്നെ അപ്പൊ ഇനി ചിലപ്പോ ഒരു പക്ഷെ നമ്മളിനി നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ എടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഒന്നാമത് ഈ നോമ്പും പിടിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലയൊന്നും കയറി പോകാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നം. പിന്നെ നോമ്പ് തുറക്കേണ്ട പ്രശ്നം, നിസ്കരിക്കേണ്ട, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഇനി ചിലപ്പോ ഒരു പക്ഷെ ഇനി നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസ് എല്ലാം ഇടുന്നത് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതും ഇടുന്നതും ഒക്കെ ഇനി നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാരും ഇനി വീഡിയോസ് ഇല്ലാന്ന് പറഞ്ഞിട്ടിട്ട് പോകരുത് കേട്ടോ. നമ്മളെ വീഡിയോസ് വരും. അപ്പൊ എല്ലാരും കാണണം. ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞായാലും ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കും. ഏതെങ്കിലുമൊക്കെ കാട്ടിലും മലയിലൊക്കെ പോയിട്ട് അതൊരു രസമാണല്ലോ. പിന്നെ നമുക്ക് അതൊക്കെ ഒരു ഇഷ്ടമുള്ളൊരു പരിപാടിയും കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇതാണ് ഇപ്പോ. എന്താ ചെയ്യാനാ. ഇനിയിപ്പോ എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് അപ്പത്തേക്ക് കൈയും റെഡിയാവും. അപ്പൊ സമാധാനമായിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ഭയങ്കര ചീത്ത പറയില്, വഴക്ക് പറയില്. അപ്പൊ ഞാൻ വഴക്കും കൂടി കേട്ടിട്ട് നമ്മൾ ഇനി ഏതെങ്കിലും കാട്ടിൽ പോയിട്ട് വല്ല പുലിയോ ആനയോ വന്ന് നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് നോമ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരും. നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കും. അപ്പൊ എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാരും കാണണം കേട്ടോ. വീഡിയോസ് എല്ലാരും കാണണം. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മളെ വീഡിയോ ഇന്നത്തെ ഏകദേശം ഒരു തട്ടിക്കൂട്ട് പോലെ ആയി. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഭക്ഷണം കഴിച്ചു, പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റ് ആക്കട്ടെ. ഇനി എന്തായാലും നമ്മൾ പോകാനുള്ള പരിപാടി നോക്കാം. അല്ലാണ്ട് ഇപ്പോ വേറെ നിവൃത്തിയില്ല. എന്തായാലും നമ്മള് നോയമ്പൊക്കെ കഴിഞ്ഞ അടിപൊളി വീഡിയോ ആയിട്ട് കാണും കേട്ടോ. ഓക്കെ.